ഞാൻ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. മാത്രമല്ല കോൺഗ്രസ് നിന്ന് വലിഞ്ഞു കയറി ഒന്നുമല്ല ഞാൻ. എനിക്ക് ഈ പാർട്ടി എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക? എനിക്ക് എന്ത് സ്വാധീനിക്കാൻ ഈ പാർട്ടിയെ പറ്റുക? അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്ന് കൂടി പറഞ്ഞത് ഇപ്പൊ അല്ലേ? ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ആ ഗൂഢാലോചന ഒന്ന് ഞാനാണ്, 2 AK ബാലൻ സഖാവാണ്, 3-4 ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരിരുന്നത് ആ മീറ്റിംഗിൽ പറ്റി വിളിച്ച ആളുകളെ. അത് AK ബാലൻ സഖാവിനോട് ഞാൻ ചോദിക്കണം. എനിക്ക് മുഖപരിചയമില്ല, കാര്യപ്പെട്ട ആളുകളാണ്. ഇന്നലെ പത്രസമ്മേളനത്തിലില്ലേ സാജിദെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടിയെ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? നിങ്ങൾ അഭ്യർത്ഥന നിർത്തണം, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ഞാനത് മാനിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം, അത് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ്. അത് പാർട്ടി അത് ഏൽക്കാൻ തയ്യാറില്ല. അൻവർ പറഞ്ഞതിൽ കഴമ്പില്ല, മുഖ്യമന്ത്രി തള്ളി. പിന്നെ ഞാൻ എന്ത് അന്വേഷണ റിപ്പോർട്ടിനെ വിട്ടിയായി കാത്തിക്കണം? ഇനി ആ വരുന്ന വാറോലക്ക് ഞാൻ കാത്തിക്കണോ? വാറോല എന്ന് പറയും നമ്മൾ. എന്താ വാറോല? വാട്ട് ഈസ് വാറോല? രാജ്യത്തും പറയും. പാറോല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തിക്കുറിച്ചുണ്ടാവുമല്ലോ, വായിച്ചാലും മനസ്സിലാവില്ല, ചിന്തിച്ചാലും മനസ്സിലാവില്ല. എഴുതുന്ന ഒരു പേപ്പർ, അങ്ങനെ എഴുതുന്ന സാധനത്തിന് ആ വാറോല എന്ന് പറയാം. ആ വാറോല ഒരു കൊണ്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ അതിന് കാത്തിക്കണോ? അല്ല, ഞാനിപ്പോ എനിക്ക് ഒരു പ്രമാദകരമായ വിഷയം, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഈ വിഷയം, ഈ 3 കൊല്ലം അമ്പകുരം തുടർന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ 188 കേസുകൾ, ഇതിൽ പോലീസ് നടത്തിയ വെട്ടിപ്പ്, ഇതിൽ നടന്നിട്ടുള്ള മറ്റു സംഗതികൾ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തീരുമാനിക്കണം. അത് സർക്കാരിനോട് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി വിലയിരുത്തണം കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരമായ ഓഫീസേഴ്സിനെ. അവരുടെ എന്താ പറയുക സർവീസ് ഹിസ്റ്ററി പരിശോധിക്കണം. ആ ഹിസ്റ്ററി പരിശോധിച്ച് സത്യസന്ധരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ അന്വേഷണ സംഘത്തെ കോടതി നിശ്ചയിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ PV അൻവറിനെ ഉൾപ്പെടുത്തട്ടെ. PV അൻവർ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ നോക്കട്ടെ. അതെ, ഈ സ്വർണ്ണക്കടത്തിനേക്കാളും ലാഭമാണ് മറ്റേത്. എന്തായാലും പറയാം, MDM എന്താ മയക്കുമരുന്ന്, അയാൾ വിട്ടുപോയതായിരിക്കും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, PV അൻവറിന്റെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ആ കാര്യത്തിൽ വ്യക്തമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് ഉറപ്പായി. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനും റഹീമിനും പിന്നെ ടീച്ചർക്കും സഖാവിനും മാത്രമേ ഉറപ്പായത്. ബാക്കിയുള്ളവർക്ക് കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉറപ്പായി വരും. കെട്ടിയിട്ടിരിക്കല്ലേ LDF-ല്. എന്നാൽ ഒരു കാലൂരി, പിന്നെ വിരലൂരി, കയ്യൂരി. വീടിന്റെ മുന്നേ അല്ല പോസ്റ്റർ, എന്റെ പറമ്പിലാണ്. ആ ബോർഡ് വെച്ചിരിക്കുന്നത് എന്റെ പറമ്പിലാണ്. പോയി വെക്കും. കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, റോഡ് കൺജസ്റ്റഡാ. അപ്പോൾ അവിടെ വെച്ചോട്ടെ, അവർക്ക് വെക്കാലോ. ഞാൻ ഈ വിമർശനം നോക്കാം, എനിക്കെതിരെയുള്ളൊരു വിമർശനമാണല്ലോ, അത് എന്റെ പറമ്പിൽ തന്നെ കിടക്കട്ടെ. ഒരു പാർട്ടി മെമ്പർ പോലും ഉണ്ടാവില്ല. അൻവറിന് ഒരു നാവേ ഉള്ളൂ എങ്കിൽ പാർട്ടിക്ക് ലക്ഷം നാവുണ്ടെന്നാണ് PN മോഹൻദാസ് പറയുന്നത്. അവരെങ്ങനെ നേരിടാൻ കഴിയും? അപ്പോ വായിച്ചു നോക്കിയാൽ മതി, എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം. അത് നോക്കിയാൽ മതി. അത് ആ സാധുവിനെ അറിയാത്തോണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മൈക്കെടുത്ത് പറയാൻ പോകുന്നത്, ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടി സഖാക്കളും താഴേക്കടയിലുള്ള പാർട്ടി സഖാക്കളും താഴേക്കടയിൽ ലീഡർഷിപ്പ്. ഒരു തർക്കമില്ല. ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. അതിലൊരു തർക്കമില്ല. അതിൽ ആ സ്റ്റേറ്റ്മെന്റിലൊന്നും ഒരു മാറ്റമില്ല. അനുഭവങ്ങളാണ് പറയുന്നത്. ആസൂത്രണം ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് P. രാജി പറയുന്നത്. UDF ആയിരുന്നെങ്കിൽ ഈ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊരു വിശ്വാസം. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ അൻവർ ആസൂത്രണം ചെയ്ത് നടത്തുന്നതാണ് എന്നാണ് ഇപ്പൊ P. രാജി പറയുന്നത്. പറയുന്നുണ്ടോ? എഴുതിയിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല ഇപ്പൊ. അല്ല, നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് പറഞ്ഞോ? P. രാജി പറഞ്ഞു. പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. ഞാനൊന്ന് കാണട്ടെ.